ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കേരള ബ്രാൻഡുകൾ ഏതൊക്കെ? വിരലിലെണ്ണാവുന്ന ഏതാനും ബ്രാൻഡുകൾ മാത്രം. കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡുകൾക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാനാകാത്തത് എന്തുകൊണ്ട്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിപണിയിലെത്തിക്കുമ്പോൾ ചെയ്യേണ്ട ബ്രാൻഡിംഗ് എക്സസൈസിനെ കുറിച്ചാണ് ഇനി. ആദ്യം കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്താം. വാഹനങ്ങളുടെ കസ്റ്റം ട്യൂണിംഗിൽ സ്പെഷ്യലൈസ് ചെയ്ത ബ്രാൻഡാണ് പീറ്റ്സ്. കാറുകളുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുകയാണ് പീറ്റ്സ് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള കമ്പനികളിൽ മുൻനിരയിലാണ് പീറ്റ്സിന്റെ സ്ഥാനം. പുറമെ രാജ്യാന്തര തലത്തിൽ പ്രശസ്തരായ ബിൽസ്റ്റീൻ, കസ്റ്റം കോഡ് തുടങ്ങി 30ഓളം ബ്രാൻഡുകളുടെ ഇന്ത്യയിലെ വിതരണക്കാരുമാണ്. കോലഞ്ചേരി സ്വദേശിയായ യുവസംരംഭകൻ പീറ്റർ കെ ചാക്കോയാണ് പീറ്റ്സ് എന്ന ബ്രാൻഡ് പടുത്തുയർത്തിയത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ഒരു സേഫായിട്ട് അവർക്ക് തോന്നണം. നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന ഒരു ഇതല്ല. നമ്മളൊരു കമ്പനി ഇവിടെ ഉണ്ടാവും, നമുക്ക് കസ്റ്റമേഴ്സായിട്ട് ഒരു ലൈഫ് ടൈം കണക്ഷൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വന്നാലാണ് കസ്റ്റമേഴ്സ് സേഫായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ വി വർ വെരി ക്ലിയർ. നമുക്കൊരു 100% ഫിക്സ്ഡ് ഒരു ബ്രാൻഡ് ഇമേജും ബ്രാൻഡിങ്ങും ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പിട്ട് പോകാമെന്നുള്ളത് ആയിരുന്നു. നിരവധി ഉൽപ്പന്നങ്ങളുള്ള വിപണിയിൽ നിന്ന് തങ്ങളുടെ ഉൽപ്പന്നം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുകയാണ് ബ്രാൻഡ് ബിൽഡിംഗ് എക്സസൈസിലൂടെ. ഇതുവഴി ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപഭോക്താവിന്റെ പിന്തുണ നേടിയെടുക്കുന്നു. അതായത് ഓരോ ഉപഭോക്താവിനെയും തങ്ങളോടൊപ്പം നിലനിർത്തുന്നു. ബ്രാൻഡ് ബിൽഡിംഗ് എന്നത് വെറും പരസ്യം ചെയ്യലാണ് എന്ന് കരുതിയാൽ തെറ്റി. അഡ്വർടൈസിങ് ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു സയൻസ്. ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നമോ സേവനമോ അതിൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും, അതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം. മറ്റു ഉള്ള സിമിലർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നോ സേവനങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി ഉപഭോക്താവിൻ്റെ മനസ്സിൽ എങ്ങനെ സ്ഥാനം പിടിക്കാമെന്നുള്ളതും ആ പ്രോമിസ് എങ്ങനെ ദിവസം തോറും ലിവ് അപ്പ് ടു ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നുള്ളതും ആണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതൊരു കേവലം ഒരു പരസ്യത്തിൽ ഒതുങ്ങി നിൽക്കണമല്ല. ആ ബ്രാൻഡിൻ്റെ പ്രോമിസ് എന്തായിരിക്കണം, അതിൻ്റെ പൊസിഷനിങ് എന്തായിരിക്കണം, ആ പ്രൊഡക്റ്റിൻ്റെ എക്സ്റ്റൻഷൻസ് എന്താവും, അതിനുള്ള കസ്റ്റമേഴ്സ് ഏത് തരം എങ്ങനെയായിരിക്കാം ആ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ ബേസിസിൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി, റിസർച്ചിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ സേവനത്തിൻ്റെ ഡിസൈനിങ്ങിൽ തന്നെ ബ്രാൻഡിങ്ങിന് സ്ഥാനമുണ്ട്. ബ്രാൻഡ് ബിൽഡിങ്ങിന് വളരെ സൂക്ഷ്മമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പീറ്റർ കെ ചാക്കോ വ്യക്തമാക്കുന്നു. ഉപഭോക്താവിൽ വിശ്വാസം നിലനിർത്തണമെങ്കിൽ ഇക്കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ്സിൽ ഉൾപ്പെടെ നമ്മുടെ ലോഗോവും എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് സാധനം കൊടുക്കുന്നത്. എന്നാ വെച്ചാൽ ഇതാണ് ആക്ച്വലി ബ്രാൻഡിങ് എന്ന് പറയുന്നത്. എല്ലാത്തിലും നമ്മൾ എന്ത് സാധനം ഇവിടുന്ന് പുറത്തു പോയാലും അതിൽ പീറ്റ്സിൻ്റെ ലോഗോവും, അത് പീറ്റ്സിനെ പിന്നെയും ആൾക്കാർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാനും അത് കൂടുതൽ ആൾക്കാർ കാണാനും കൂടി ഉള്ളതാണ്. ഇതൊന്നും കൂടാതെ ഞങ്ങൾ ഈവൻ എല്ലാ പ്രോഡക്റ്റിലും നമ്മുടെ ഹോളോഗ്രാമും ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ഒരു ജെനുവിനിറ്റി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഹോളോഗ്രാം ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹോളോഗ്രാമും കൂടി ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് 100% ഷുവർ ഒരു ജെനുവിൻ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. കേരളത്തിൽ ബ്രാൻഡ് ബിൽഡിംഗ് എക്സസൈസ് നടക്കുന്ന ചുരുക്കം ചില മേഖലകളിലൊന്നാണ് ടൂറിസം. എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാവുന്ന ഒട്ടേറെ മേഖലകൾ നമുക്കുണ്ട് എന്നതാണ് വാസ്തവം. ടൂറിസം എന്നൊരു മേഖലയിൽ ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എഫേർട്സ് നടന്നിട്ടുണ്ട്. മറ്റ് ആയുർവേദം, കേരളത്തിൻ്റെ പല സെക്ടേഴ്സ് ലൈക്ക് ആയുർവേദം, റീറ്റെയിൽ, കൊയർ, ഹാൻഡിക്രാഫ്റ്റ്സ്, സ്പൈസസ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ദേശീയ തലത്തിൽ തന്നെ മത്സരിക്കാൻ ശേഷിയുള്ളതും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മലയാളി സംരംഭകരുടേതായിട്ടുണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവ വിചാരിച്ച രീതിയിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖകരമായ സത്യമാണ്, അത് ഉണ്ടായിട്ടില്ല. കാരണം ബ്രാൻഡിങ്ങിൻ്റെ സങ്കേതങ്ങൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല, എക്സെപ്റ്റ് ഇൻ ഫ്യൂ സെക്ടേഴ്സ് ഓർ ഫ്യൂ കമ്പനീസ്.
ലാർജ് സ്കെയിലായിട്ട് കേരളീയ ഉൽപ്പന്നങ്ങളും കേരളത്തിന് പുറത്തേക്ക് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. ലോകവ്യാപകമായ പൊട്ടൻഷ്യലുള്ള പല ഉൽപ്പന്നങ്ങളും പല സേവനങ്ങളും നോക്കുന്നുണ്ട്. ബ്രാൻഡിംഗ് എന്നത് വളരെ ചെലവേറിയ പ്രവൃത്തിയാണെന്ന് കരുതുന്നതാണ് ഏറെ പേരെയും ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്നാൽ ഇതുവഴി ഒരു സംരംഭകന് അല്ലെങ്കിൽ വ്യവസായിക്ക്, അതുമല്ലെങ്കിൽ ഒരു സേവനദാതാവിന് ഒട്ടേറെ നേട്ടങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ അല്പം ഉയർന്ന പ്രീമിയം വാങ്ങാമെന്നത് ലാഭത്തിൽ വർധനയുണ്ടാക്കുകയും ചെയ്യും.